നമുക്കിപ്പോൾ മാധ്യമപ്രവർത്തകനായ വെങ്കടേഷ് രാമകൃഷ്ണൻ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പരിശോധിക്കുമ്പോൾ BJPക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ഡൽഹിയിലുള്ളത്. BJP അധികാരത്തിലേറിയേക്കുമെന്നുള്ള പ്രവചനങ്ങളാണ് വരുന്നത്. AP കരുതുന്നത് പോലെ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണോ വിലയിരുത്തേണ്ടത്? ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം പറയൂ. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ എങ്ങനെ വിലയിരുത്താം? അല്ല, എക്സിറ്റ് പോളുകൾ പലപ്പോഴും ശരിയായിട്ടുണ്ട്, പലപ്പോഴും തെറ്റായിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ടുള്ള പോക്കിൽ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ BJP തീർച്ചയായും ഒരു തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. അതിന്റെ തോത് അത് BJP വീണ്ടും അധികാരത്തിലേറാൻ പര്യാപ്തമായ തരത്തിലുള്ള ഒരു തോത് ഇല്ല എന്നായിരുന്നു പൊതുവിൽ റിപ്പോർട്ടർമാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ അതിന് മാറിക്കൊണ്ട് ഈ BJPയുടെ തിരിച്ചുവരവ് അവർ വീണ്ടും അധികാരത്തിൽ ഏറുന്നതിന്റെ ഒരു സൂചനയാണ് കാണിക്കുന്നത്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇവിടെ AP ടൈംസ് നൗവിന്റെ ഒരു എക്സിറ്റ് പോൾ ഫലപ്രകാരം സൂചന പ്രകാരം AP 22 മുതൽ 31 സീറ്റിലേക്ക് താഴും. BJPക്ക് 39 മുതൽ 45 സീറ്റ് നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മാട്രിക്സ് ആയാലും 35 മുതൽ 40 സീറ്റ് BJP നേടുമെന്നാണ് മാട്രിക്സിന്റെയും കണക്കുകൂട്ടലുകൾ. അത്രയധികം തിരിച്ചടിയൊക്കെ ഡൽഹിയിൽ നിലവിലെ സാഹചര്യത്തിൽ APക്ക് നേരിടേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിൽ അങ്ങനെ അതിഭീകരമായ ഒരു വീഴ്ച ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. തീർച്ചയായും BJP തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ള ഒരു കുതിച്ചുകയറ്റത്തിന് BJPക്ക് ആ രീതിയിലുള്ള കുതിച്ചുകയറ്റത്തിന്റെ സാധ്യത ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അന്തിമ വിധി വരുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. ഈ നമ്മള് എക്സിറ്റ് പോളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പലപ്പോഴും ശരിയും തെറ്റുമായിട്ട് വരാറുണ്ട്. അപ്പോ ഇതിലെന്താണ് കൃത്യമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJP ബൂത്ത് ലെവൽ മാനേജ്മെന്റ് അത് കഴിഞ്ഞ 5 വർഷമായി അവർ വളരെ കൃത്യമായിട്ട് പ്രൊഫഷണൽ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ബൂത്ത് ലെവൽ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ വലിയ രീതിയിൽ ഉള്ള വോട്ട് തള്ളിക്കൽ, അതുപോലെ വോട്ട് ചേർക്കൽ. ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ പാർലമെന്റിൽ പറഞ്ഞതുപോലെ അഭൂതപൂർവമായ, അതായത് 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് വർധനയ്ക്ക് സമാനമായ രീതിയിലുള്ള 5 മാസത്തിൽ മഹാരാഷ്ട്രയിൽ വോട്ട് വർധന ഉണ്ടായത്. അപ്പൊ ആ രീതിയിലുള്ള എക്സ്റ്റേണൽ പ്രൊഫഷണൽ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയായി മാറ്റിക്കൊണ്ട് BJP ഗ്രൗണ്ട് ലെവലിൽ, പ്രത്യേകിച്ചും ബൂത്ത് ലെവലിൽ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ഈ രീതിയിലുള്ള ഒരു വൻ വിജയത്തിലേക്ക് BJPയെ കൊണ്ടുചെന്നെത്തിക്കാൻ പര്യാപ്തമാണോ എന്നതിനെ പറ്റിയുള്ള സംശയം ഇവിടെ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രമേ കോൺഗ്രസിന് പ്രവചിക്കുന്നുള്ളൂ. ഒട്ടും പ്രതീക്ഷാവഹമല്ല കോൺഗ്രസിന് കാര്യങ്ങൾ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, കോൺഗ്രസ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് പിക്ചറിൽ ഉണ്ടായിട്ടില്ല. അവരൊരു 5 സീറ്റിൽ മാത്രമാണ് മത്സരത്തിൽ പോലും ഉണ്ടായിരുന്നത്. ബാക്കി ഉള്ള സീറ്റുകളിൽ മത്സരത്തിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം. പക്ഷേ ആം ആദ്മി പാർട്ടി ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.